ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ ആയി ക്വാളിറ്റി കൺട്രോൾ ഡിവിഷൻ ഓഫീസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ലിസ്റ്റിൽ പെടും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചവരൊക്കെ അത്യാവശ്യം നല്ല റാങ്കിലേക്ക് വന്നപ്പോൾ ഞാൻ അതിൽ സപ്ലിമെന്ററിയിലേക്ക് വന്നു. ആ ഒരു ലിസ്റ്റിൽ കയറാതിരുന്നത് കൊണ്ട് എനിക്ക് വീണ്ടും പഠനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു. കാരണം അതിന് ഷിൻഡോ സാറും ഒട്ടും വിഷമിക്കേണ്ട, നിനക്ക് നല്ലതിനാണ് എന്ന് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും നമ്മള് ആ ഒരു വിഷമം മനസ്സിലുണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് ഇനി വാങ്ങിയെടുക്കണം എന്നൊരു വാശി എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ടാണ് പിന്നീടും ഞാൻ പഠിച്ചത്. എത്രത്തോളം പഠിക്കാൻ സമയം കുറയുന്നോ ആ സമയം നമ്മൾ നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ തയ്യാറായാൽ, നമ്മളൊരു വാശിയിൽ നമ്മളത് പഠിക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓരോ ആഴ്ചയിലും സാറ് നടത്തിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ, കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അറിയാലോ, കാരണം നമ്മൾക്കൊരു ഇഷ്ടം തോന്നി നമ്മൾ പഠിക്കാൻ. ഇപ്പോൾ ഒരാഴ്ച പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ വീക്കായി പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് മതി എന്തിനാ പഠിച്ചിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ സാറ് മനസ്സിലാക്കി സാറ് ആ ഒരു സമയത്ത് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒരാഴ്ചക്കുള്ള നമ്മളുടെ ബൂസ്റ്റ് ചെയ്യണ റീചാർജ് ചെയ്യണ പോലെയാണ് ശരിക്കും സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ തോന്നിയിട്ടുള്ളത്. PSC എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ജോലിയല്ല. കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഇടയ്ക്ക് തോൽവികളൊക്കെ സംഭവിക്കുമ്പോൾ അതൊരിക്കലും അതിൽ നിന്ന് പിൻവലിഞ്ഞു പോകരുത്.